Good morning. Today we are going to discuss sewer appurtenances, which is an important topic in our environmental engineering subject. What are sewer appurtenances? These are the devices constructed in sewerage to ensure efficient operation and maintenance. സിവറേജ് സിസ്റ്റത്തിൽ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ഡിവൈസസിനെ പറയുന്ന പേരാണ് സീവർ അപ്പർട്ടനൻസസ്. എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സീവർ അപ്പർട്ടനൻസസ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്? സിവറേജ് സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് സീവർ അപ്പർട്ടനൻസസ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. വേരിയസ് സീവർ അപ്പർട്ടനൻസസ് ആർ ലിസ്റ്റഡ് ഹിയർ. ദോസ് ആർ manholes, inlets, catch basins, flushing tanks, inverted siphons, regulators, cleanouts, and grease and oil traps. In our today's section, we are discussing manholes in detail. Manholes. These are masonry or RCC chambers constructed on sewer lines or drains for providing access to men so that they can attend to inspection, cleaning and maintenance of sewers. സീവർ ലൈൻസ് അഥവാ ഡ്രെയിനേജ് ലൈൻസിൽ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന മെസൻട്രി അല്ലെങ്കിൽ RCC ചാമ്പേഴ്സിനെയാണ് മാൻഹോൾസ് എന്ന് വിളിക്കുന്നത്. സീവറിൻ്റെ ക്ലീനിങ്ങിനും ഇൻസ്പെക്ഷനും അതുപോലെ എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അത് മെയിൻ്റനൻസ് ചെയ്യുന്നതിനു വേണ്ടി നമുക്ക് പലപ്പോഴും സീവർ ലൈൻസിലോട്ട് ഇറങ്ങേണ്ടതായിട്ട് വരാറുണ്ട്. ഇതിനു വേണ്ടിയുള്ള ഒരു ആക്സസ് ആണ് മാൻഹോൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. മാൻഹോൾ ലൊക്കേഷൻ. എവിടെയൊക്കെയാണ് നമ്മൾ മാൻഹോൾ ലൊക്കേറ്റ് ചെയ്യുന്നത്? Constructed at the points where a sewer takes change of alignment, gradient, diameter. എവിടെയാണോ സീവറിന് ഒരു അലൈൻമെൻറ്റ് ചേഞ്ച് വരുന്നത്, അല്ലെങ്കിൽ ഒരു ഗ്രേഡിയൻറ്റ് ചേഞ്ച് വരുന്നത്, അല്ലെങ്കിൽ ഒരു ഡയമീറ്റർ ചേഞ്ച് വരുന്നത്, ഇത്തരം കേസസിലൊക്കെ നമ്മൾ മാൻഹോൾസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കൂടാതെ സീവറിൻ്റെ ജംഗ്ഷനിലും മാൻഹോൾസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. രണ്ട് മാൻഹോളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 മീറ്റർ തൊട്ട് 100 മീറ്റർ വരെയാണ് വേരി ചെയ്യുന്നത്. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ബിഹൈൻഡ് എ മാൻഹോൾ? എന്തിനൊക്കെ വേണ്ടിയാണ് നമ്മളൊരു മാൻഹോള് പ്രൊവൈഡ് ചെയ്യുന്നത്? ഫസ്റ്റ് ഒബ്ജക്റ്റ് ഫോർ ഇൻസ്പെക്ഷൻ, ക്ലീനിങ് ആൻഡ് മെയിൻ്റനൻസ്. സീവർ ലൈൻസ് ഇൻസ്പെക്ട് ചെയ്യുന്നതിന്, സീവർ ലൈൻസ് ക്ലീൻ ചെയ്യുന്നതിന്, സീവറിന് എന്തെങ്കിലും കേടുപാടുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന്. സെക്കൻഡ് ഒബ്ജക്റ്റ് ടു ഫെസിലിറ്റേറ്റ് ജംഗ്ഷൻസ് ആൻഡ് ചേഞ്ച് ഓഫ് ഡയറക്ഷൻസ്. ജംഗ്ഷൻസ് ഈസി ആയിട്ട് ഒരുക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഡയറക്ഷൻ ചേഞ്ചസ് ഒരുക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് സീവേഴ്സിനെ വ്യത്യസ്ത ഡയറക്ഷനിലോട്ട് സ്മൂത്തായിട്ട് നമുക്ക് പാസ് ചെയ്യിക്കുന്നതിന് വേണ്ടി. മൂന്നാമത്തെ ഒബ്ജക്റ്റ് ടു ഹെൽപ്പ് വെന്റിലേഷൻ ത്രൂ ദേ ആർ നോട്ട് സ്പെസിഫിക്കലി മീൻഡ് ഫോർ ഇറ്റ്. മാൻഹോൾസ് വെന്റിലേഷനും പ്രൊവൈഡ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. ആക്ച്വലി ക്ലീനിങ്, മെയിൻ്റനൻസ്, ഇൻസ്പെക്ഷൻ പർപ്പസിന് വേണ്ടിയാണ് മാൻഹോൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദർ ആർ മെയിൻലി 2 ടൈപ്സ് ഓഫ് മാൻഹോൾസ്. പ്രധാനമായിട്ടും 2 ടൈപ്പ് മാൻഹോൾസ് ആണ് ഉള്ളത്. ഓർഡിനറി മാൻഹോൾ ആൻഡ് ഡ്രോപ്പ് മാൻഹോൾ. ഓക്കെ, so first we can look ordinary manhole. An ordinary manhole having mainly 3 components. Those are manhole cover, access shaft and working chamber. ഇവിടെ നോക്കൂ, ഒരു ഓർഡിനറി മാൻഹോളിൻ്റെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മാൻഹോൾ കവർ കാണാം. 1 എന്ന് കാണിച്ചിട്ടുള്ളതാണ് മാൻഹോൾ കവർ. മാൻഹോൾ കവറിന് താഴെ നിങ്ങൾക്കൊരു ആക്സസ് കാണാൻ കഴിയും. മാൻഹോൾ കവറിന് താഴെയുള്ള ഒരു വേർട്ടിക്കലായിട്ട് കാണപ്പെടുന്ന ആ സ്പേസിനെയാണ് നമ്മൾ ആക്സസ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഫിഗറിൽ 4 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് വർക്കിംഗ് ചാമ്പർ. ഓർഡിനറി മാൻഹോളിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് നോക്കാം. എ കോൺക്രീറ്റ് ഓർ മെസൻട്രി സ്ട്രക്ചർ സോ ആസ് ടു ഹാവ് എ വർക്കിംഗ് ചാമ്പർ വിത്ത് സഫിഷ്യൻറ്റ് സ്പേസ് ഫോർ എ മെൻസ് ടു സ്റ്റാൻഡ് ഇൻസൈഡ് ആൻഡ് ക്യാരി ഔട്ട് വർക്ക്. ഓർഡിനറി മാൻഹോൾ എന്ന് പറയുന്നത് ഒരു കോൺക്രീറ്റ് കൊണ്ടോ മെസൻട്രി കൊണ്ടോ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു വർക്കിംഗ് ചാമ്പർ ഉണ്ടായിരിക്കും. ഈ വർക്കിംഗ് ചാമ്പറിൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്പേസ് ഉണ്ടായിരിക്കും. സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ
മനുഷ്യരായ നമുക്ക് ഒരാൾക്ക് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിച്ചെന്ന് അവിടെ ക്ലീനിങ്ങും അതുപോലെ മെയിൻ്റനൻസും ഒക്കെ ചെയ്യാൻ തക്കത്തിലുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടായിരിക്കും. ചേംബർ ഈസ് ഐദർ സർക്കുലാർ ഓർ റെക്ടാങ്കുലാർ. വർക്കിംഗ് ചേംബർ ഒന്നുകിൽ സർക്കുലാർ ആയിരിക്കും അല്ലെങ്കിൽ റെക്ടാങ്കുലാർ ആയിരിക്കും. സർക്കുലാർ ആകുമ്പോൾ നമ്മൾ ഡയമീറ്റർ ആണല്ലോ പറയുക. അതുകൊണ്ട് സർക്കുലാർ ചേംബർ ആണെങ്കിൽ മിനിമം ഡയമീറ്റർ വരുന്നത് 1200 mm ആണ്. ഇനി റെക്ടാങ്കുലാർ ആണെങ്കിൽ നമ്മൾ ലെങ്ത്തും വിഡ്ത്തുമല്ലേ പറയുക. സോ വിഡ്ത്ത് 900 mm ലെങ്ത്ത് 1200 mm ആണ് വരേണ്ടത്. ആക്സസ് ഷാഫ്റ്റ് ആണ് വർക്കിംഗ് ചേംബറിലോട്ടുള്ള ഒരു ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. വർക്കിംഗ് ചേംബറിലോട്ട് ഇറങ്ങി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ് മാൻഹോളിൻ്റെ സൈഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 എന്ന് പറയുന്നതാണ് സ്റ്റെപ്സ്. കാസ്റ്റ് അയൺ കൊണ്ടുള്ള സ്റ്റെപ്സ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 5 എന്ന് കാണിച്ചിട്ടുള്ളതാണ് മെയിൻ സീവർ. 3 എന്ന് കാണിച്ചിട്ടുള്ളതാണ് ബ്രാഞ്ച് സീവർ. ബ്രാഞ്ച് സീവറിലൂടെ സീവേജ് മെയിൻ സീവറിലോട്ട് പാസ് ചെയ്യിക്കുന്നതാണ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. Top of the access shaft is covered with RCC slab with an opening. ആക്സസ് ഷാഫ്റ്റിൻ്റെ മുകൾ ഭാഗം ഒരു RCC സ്ലാബ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഈ RCC സ്ലാബിന് ഒരു ഓപ്പണിങ്ങും ഉണ്ടായിരിക്കും. ഈ ഓപ്പണിങ്ങിനെ നമ്മളൊരു മാൻഹോൾ കവർ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഈ മാൻഹോൾ കവർ കാസ്റ്റ് അയൺ കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. 1 എന്ന് കാണിച്ചിട്ടുള്ളതാണ് മാൻഹോൾ കവർ. അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു ഓപ്പണിങ്ങും കാണാം. മാൻഹോള് ഒരു കോൺക്രീറ്റ് ബെഡിന്മേലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഫിഗറിൽ താഴെ ഒരു കോൺക്രീറ്റ് ബെഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. 150 mm തൊട്ട് 300 mm വരെയാണ് ഈ ഒരു കോൺക്രീറ്റ് ബെഡിൻ്റെ തിക്നെസ്. ഫിഗറിൽ 6 എന്ന് മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ചേംബറിൻ്റെ കോൺക്രീറ്റ് ഫ്ലോറിന് സെൻറ്ററിന് ടുവേർഡ്സ് ആയിട്ട് ഒരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. 1/6 ആണ് ആ സ്ലോപ്പ്. 3 എന്ന ബ്രാഞ്ച് സീവറിൽ നിന്നും സീവേജ് സെമി സർക്കുലാർ ചാനൽ, അതായത് മെയിൻ സീവറാണ് ഉദ്ദേശിക്കുന്നത്. മെയിൻ സീവറിൽ നിന്നും സീവേജ് ഔട്ട്ലെറ്റ് സീവറിലൂടെ പുറത്തേക്ക് പോകുന്നു. ഔട്ട്ലെറ്റ് സീവർ ഇവിടെ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടില്ല. സോ ദീസ് ഓൾ അബൌട്ട് ഓർഡിനറി മാൻഹോൾ. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഡ്രോപ്പ് മാൻഹോൾ ആണ്. It is constructed when a branch sewer which is at a higher level is to be joined to the main sewer at a lower level. ഹയർ ലെവലിലുള്ള ഒരു ബ്രാഞ്ച് സീവറിനെ ലോവർ ലെവലിലുള്ള മെയിൻ സീവറുമായിട്ട് ജോയിൻ ചെയ്യിക്കുന്ന കേസിലാണ് നമ്മൾ ഡ്രോപ്പ് മാൻഹോൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഈ ഒരു ഫിഗറിൽ നോക്കൂ, 3 എന്നുള്ള ബ്രാഞ്ച് സീവർ ഹയർ ലെവലിലാണ്, 6 എന്നുള്ള മെയിൻ സീവറോ ലോവർ ലെവലിലാണ്. It is done by providing a vertical drop pipe outside the manhole so that sewage from an inlet sewer at a higher level is dropped through this pipe to the floor level. ഫിഗറിൽ നോക്കൂ, 3 എന്നുള്ള ബ്രാഞ്ച് സീവറിനെയും 6 എന്നുള്ള മെയിൻ സീവറിനെയും കണക്ട് ചെയ്യുന്നത് ഒരു വെർട്ടിക്കൽ ഡ്രോപ്പ് പൈപ്പിലൂടെയാണ്. സോ ഇൻലെറ്റ് സീവറിൽ നിന്നും സീവേജ് മെയിൻ സീവറിലോട്ട് എത്തുന്നത് ഈ ഒരു വെർട്ടിക്കൽ ഡ്രോപ്പ് പൈപ്പിലൂടെയാണ്. ബ്രാഞ്ച് സീവർ ഹയർ ലെവലിലും മെയിൻ സീവർ ലോ ലെവലിലും ആയതുകൊണ്ട് തന്നെ നമ്മളൊരു വെർട്ടിക്കൽ ഡ്രോപ്പ് പൈപ്പ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ സീവേജ് സ്പ്ലാഷ് ചെയ്യും. അതായത് മാൻഹോളിൻ്റെ ഉള്ളിലിരുന്ന് ഒരാൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ ശരീരത്തിലോട്ട് സീവേജ് സ്പ്ലാഷ് ഔട്ട് ചെയ്യും. ഓക്കെ, തെറിക്കുമെന്നർത്ഥം. Other construction details are similar to that of ordinary manhole. സോ ഡ്രോപ്പ് മാൻഹോളിൽ ഡ്രോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വെർട്ടിക്കൽ ഡ്രോപ്പ് പൈപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസും ഓർഡിനറി മാൻഹോളിനോട് സിമിലർ തന്നെയാണ്. ഓക്കെ, സോ ത്രൂ ദിസ് വീഡിയോ യു ഹാവ് ക്ലിയർഡ് ദി കൺസെപ്റ്റ് ഓഫ് സീവർ അപ്പർട്ടനൻസസ് ആൻഡ് ordinary manhole and drop manhole. Okay, thank you.